സഹായിച്ചവരുടെ പ്രാർത്ഥന നമ്മൾക്കും അനുഗ്രഹമായി തീർന്നോ. ഇനി പകൽ സമയം ദൈവത്തിൻ്റെ ദാസൻ ദിവസങ്കാരിക്കുമ്പോഴത്തേക്കുള്ള അരമണിക്കൂർ ദൈവം നമ്മോട് സംസാരിക്കുമെന്നായി ദാസനെ നിയമിച്ചുകൊണ്ട് കഴിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ 2024 വർഷം സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച 29-ാം തീയതി അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പ്രത്യേകമായി ഞങ്ങൾക്ക് കുടുംബമായി നിങ്ങളുടെ കൂടെ ആയിരിക്കുവാനും കർത്താവ് നൽകിയ എല്ലാ സാവകാശം കൃപയോർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ് 9-ാം മാസവും കർത്താവ് അത്ഭുതമായി ഞങ്ങളെയും വഴി നടത്ത കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം കടന്നെന്നല്ല ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ സ്നേഹമന്ത്രം അറിയിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന പ്രത്യേകമായ കർത്താദാസൻ ഇബ്രാഹിം പാസ്റ്ററിനായി സ്തോത്രം ചെയ്ത്, ശ്രീ ആൻറ്റിക്കായി സ്തോത്രം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ ഈ സഭയെ നയിക്കുവാൻ ഒരു ഇടയ ശുശ്രൂഷയുടെ ആ ശുശ്രൂഷ ഏൽപ്പിച്ചത് അത് വിശ്വസത്തോടെ ഇന്നോളം ചെയ്യുവാൻ കർത്താവ് അവരെ സഹായിക്കുന്ന എല്ലാ കൃപയോർത്താൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം ചെയ്യുന്നു. അവരുടെ ദൈവാത്മാ നൽകിയ കാഴ്ചപ്പാടിൽ അവർ കഷ്ടങ്ങളുടെ നടുവിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവസമയം നയിപ്പാൻ അവരെ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കൃത്യമായി സ്തോത്രം രണ്ട് പുതിയ മുഖമാണ് ഇന്ന് കണ്ടത്. അതോർത്താൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഞങ്ങൾ 3-ാമത്തെ ഒരു ഞായറാഴ്ചയാണ് ഇവിടെ വരുന്നത്. ആദ്യത്തെ ഞായറാഴ്ച വന്നപ്പോൾ തന്നെ ദൈവാത്മാ ഞാൻ ആവശ്യപ്പെട്ട ദൈവാത്മാ എന്നോട് തന്നെ പറഞ്ഞൊരു സംഭവമായിരുന്നു. ഞാൻ അത് അന്ന് പ്രസ്താവിച്ചായിരുന്നു. അല്പജനം എന്ന് പറയുന്ന 8 പേര്, ബൈബിളിലെ വാക്യം അങ്ങനെ 8 പേര്. അപ്പോൾ ഞാൻ അന്നോട്ട് പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങൾ പോകുമ്പോൾ, അല്ലാത്ത സമയം എനിക്കറിയില്ല, ഞങ്ങൾ പോകുമ്പോൾ 8 പേരെങ്കിലും സഭയിൽ വേണം. സ്തോത്രം. അത് അന്നോട്ട് 2 ആഴ്ച കർത്താവ് അത് പൂർത്തീകരിച്ചു. ഇന്ന് വന്നപ്പോൾ ആദ്യം വന്നപ്പോൾ സങ്കടമായിരുന്നു, പിന്നെ കർത്താവ് അത് 8 9 ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ വിശ്വസിക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മളെ കേൾപ്പിച്ച നല്ല ദൈവിക ആലോചനയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം. കർത്താദാസൻ പ്രസ്താവിച്ച വാക്കുകളോട് ചേർന്ന് തന്നെ 1-2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ് കർത്താവ് എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രം നമ്മുടെ ജീവിതാനുഭവത്തിലല്ല, ഇന്ന് വരെയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ആ വചനം അത് സത്യമായി തന്നെയാണ്. കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണിയാണ്. സ്തോത്രം. ആ കഷ്ടം പലപ്പോഴും നമ്മുടെ വിശ്വാസികൾക്ക് വരുന്ന ചിന്ത, അല്ല പാസ്റ്റർമാർക്ക് പോലും വരുന്ന ചിന്ത, അത് നമുക്ക് മാത്രമുള്ള കഷ്ടത എന്നാണ് നമ്മുടെ ചിന്ത. അല്ല, അത് ലോകത്തിലെ ഈ ലോകത്തിൽ ജനിക്കുന്ന ഏത് ജാതി ആയിക്കോട്ടെ, നിറമായിക്കോട്ടെ, ഏത് അവസ്ഥയിലായിരിക്കുന്ന ഏത് കുഞ്ഞുങ്ങൾക്ക് പോലും ഈ കാലങ്ങളിൽ കഷ്ടമുണ്ട്. അല്ല, വയറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങളോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്, വയറ്റിലിരിക്കുന്ന കുഞ്ഞിന് ഷുഗറാണ്, വയറ്റിലിരിക്കുന്ന കുഞ്ഞിന് പ്രഷറാണ്, പാസ്റ്ററെ പ്രാർത്ഥിക്കണം. അപ്പോൾ വയറ്റിലിരിക്കുന്ന കുഞ്ഞിനും കഷ്ടമാണ്. അവനെന്ത് ചെയ്തിട്ടാ? സ്വന്തം. അപ്പോൾ ലോകത്ത് ദൈവം പറഞ്ഞ ഒരു പഴം, സാധാരണ ഭാഷ പറയുക, ആപ്പിൾ നിന്നുകൊണ്ട് അമ്മച്ചി ഒരു ആപ്പിൾ കഴിച്ചുകൊണ്ടാണ് ഈ കഷ്ടത എല്ലാം വന്നത്. പക്ഷെ അതൊക്കെ സംഭവിക്കേണ്ട. പക്ഷെ അതെന്താണ്? ആ ഒരു കാര്യം നിമിത്തം ദൈവസ്നേഹം, നമ്മോടുള്ള ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ കാരണമായി തീരുന്നു. സ്തോത്രം. ദൈവവചനം പഠിപ്പിക്കുന്ന ദൈവം തൻ്റെ മകനെ, സ്വപുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നു. സ്തോത്രം. മാത്രമല്ല, വേറെ പിന്നെയും ഗലാത്യ സഭയ്ക്ക് എഴുതുമ്പോൾ പൗലോസ് പറയാണ്, പുത്രനെങ്കിലും യേശു ക്രിസ്തു തന്നെത്താൻ സമർപ്പിച്ചു, തന്നെത്താൻ ഏൽപ്പിച്ചു തന്നു. അപ്പോൾ പിതാവ് പുത്രനെ ഏൽപ്പിച്ചു, പുത്രൻ തന്നെത്താൻ ഏൽപ്പിച്ചു. ഇത്രയും വലിയ സ്നേഹം ലോകത്തിൽ എവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. സ്തോത്രം. അതുകൊണ്ടാണല്ലോ അതിൻ പ്രകാരം ആ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് കർത്താവദാസൻ പറഞ്ഞ പോലെ, ആ കഷ്ടത വരുമ്പോൾ ദൈവസ്നേഹത്തെ കൂടുതൽ അറിയുവാൻ നമുക്ക് ഒരു സാധ്യത നമുക്ക് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൃപ ലഭിക്കുന്നുണ്ട്. മറുവശം കഷ്ടം വരുമ്പോൾ ദൈവത്തെ പഴിച്ചും പകച്ചും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവം ഉണ്ട്. രണ്ടുമുണ്ട്. കഷ്ടനിമിത്തം മനുഷ്യൻ ദൈവത്തിലേക്ക് അടുക്കുന്ന അനുഭവമുണ്ട്, കഷ്ടനിമിത്തം ദൈവത്തെ വിട്ടുപോകുന്ന അനുഭവം ഉണ്ട്. സ്തോത്രം. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ നമ്മളെ സൂക്ഷ്മതയോടെ നമ്മളെ തന്നെ ശോധന ചെയ്ത്, അത് 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ ആ വാക്യം മറന്നുപോയി, ഇത് ഭാഗമാണ്, അല്ല എടുക്കണ്ട, വായിക്കണ്ട. അവിടെ പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവൻ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോ ഇല്ലയോ എന്ന് വേണമെങ്കിൽ വായിച്ചോ. 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യമാണോ 12-ാം വാക്യമാണ്? നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോ ഇല്ലയോ എന്ന് എത്ര? 5 സോറി 5-ാം വാക്യം വായിച്ചോ.
നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവൻ. നമ്മളെ തന്നെ ശോധന ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ലാബുണ്ട്, ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ലാബിലേക്കാണ്. പക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ടെസ്റ്റ് ഒന്ന് സഭയാണ്, രണ്ടാമത് സഭയിൽ പ്രവാചകന്മാരുണ്ട്, പാസ്റ്റർമാരുണ്ട്, ദേവദാസന്മാരുണ്ട്. അന്യോന്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ സഹായിക്കും. കൂടാതെ ഇവിടെ പൗലോസ് നിങ്ങൾ തന്നെ ശോധന ചെയ്യുവാൻ, ഞാൻ എന്നെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് അവിടെ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നത്, സ്തോത്രം ചെയ്യുന്നത്. നമ്മൾ വായിച്ച സംഗീതത്തിനോട് ചേർന്ന് അത് ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിന് 38-ാം വാക്യം. ലേവ്യർ 25:38. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 38-ാം വാക്യം. ഇന്നലെ പകൽ ഞങ്ങൾ പോകുന്ന സഭയെ ഉപാസവാങ്ങളിൽ പോകാൻ വേണ്ടി ആ സഭയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവാത്മപ്പെട്ട എന്നോട് ഇടപെട്ട ഒരു വാക്യമായിരുന്നു. പക്ഷേ അത് സഭയ്ക്കുള്ള ഒതുവും ചില സമയങ്ങൾ ലഭിച്ചപ്പോൾ അവിടെ സൃഷ്ടിപ്പാൻ കർത്താവ് സഹായിച്ചു. പൂർണ്ണമായ രൂപം അപ്പോഴും കിട്ടിയില്ല, ഇപ്പോഴും കിട്ടിയില്ല. എന്നാൽ കുറച്ച് വർഷമായിട്ട് ഇന്നായിട്ട് അതിൻ്റെ കർത്താവ് തന്നതോത്ത് സ്തോത്രം ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നലത്തെയും ഇന്ന് ദൈവാത്മാവ് എനിക്ക് തന്ന ചില വാക്യങ്ങൾ ചേർന്ന് പ്രസ്താവിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 38-ാം വാക്യം. സർവശക്തനായ ദൈവം തൻ്റെ ജനത്തോട് പറയാണ്, ഞാൻ നിങ്ങളെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകും. നൽകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതാണ് കനാൻ ദേശം. ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകും, ഞാൻ നിങ്ങൾക്കത് തരും. മാത്രമല്ല, തരുന്ന കാര്യം മാത്രമല്ല, അവിടെ എന്താണ്, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. നിങ്ങൾ എന്നെ ദൈവമായി സ്വീകരിച്ച് എന്നെ സേവിക്കണം. ഒന്നും കൂടെ വായിക്കാം. ഞാൻ നിങ്ങളെ തരുവാനും നിങ്ങളുടെ ദൈവമായിരിക്കാനും. അപ്പം കനാൻ ദേശം തരുക മാത്രമല്ല, നിങ്ങളുടെ ദൈവമായിരിക്കണം. സ്തോത്രം. അപ്പം ആര് വിടുവിച്ചു, എവിടെന്നാണ് ഇവരെ കൊണ്ടുവന്നത്? ഞാൻ നിങ്ങൾ അതുകൊണ്ട് താഴെ പറയുന്നത്, അത് ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് ഞാൻ വിടുവിച്ചു കൊണ്ട് ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു. മിസ്രൈം തീച്ചൂടയുടെ അനുഭവമായിരുന്നു, കഷ്ടതയുടെ അനുഭവമായിരുന്നു അതേ ഇസ്രായേൽ മക്കൾക്ക്. അതുപോലെ നമ്മുടെയും അതേ പാപത്തിൻ്റെ കഷ്ടത്തിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ കഷ്ടത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ച് നമ്മളെ ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ, ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചു. ഇപ്പോഴും കഷ്ടത ഉണ്ടോയെന്ന് ചോദിച്ചാൽ കഷ്ടതയുണ്ട്. കാരണം നമ്മൾ ഈ ലോകത്തിലാണ് ആയിരിക്കുന്നത്. സ്തോത്രം. ഞാൻ നേരത്തെ പ്രസ്താവിച്ച ലോകത്തിലെ ഏത് മനുഷ്യനും കഷ്ടമുണ്ട്. പക്ഷേ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ, കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഈ കഷ്ടം ലഘുവായി തീരുന്നു. കാരണം എന്താണ്? കഷ്ടം സഹിച്ച ഒരുവനെയാണ് നമ്മൾ സേവിക്കുന്നത്. കഷ്ടം സഹിച്ച ഒരു കർത്താവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പനി യേശു ക്രിസ്തുവിനും ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു പനി അനുഭവിച്ചു. യേശുപ്രഭുവൻ പറയണം, അവൻ രോഗം ശീലിച്ചു. അല്ല, ഞാൻ വിശ്വസിക്കുന്നത്, പല ദേവദാസനും പറയാറുണ്ട്, അത് യേശു അന്ന് തന്നെ ക്യാൻസർ അനുഭവിച്ചു. നമുക്ക് ഇന്നലെ ക്യാൻസർ വരുന്നത്, അന്നേ ക്യാൻസർ യേശു അനുഭവിച്ചുകൊണ്ടാണ് ഇന്നും ക്യാൻസർ രോഗി യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വേദന അറിഞ്ഞ് യേശു ഒന്നെങ്കിൽ സൗഖ്യം നൽകും, അല്ലെങ്കിൽ സഹിപ്പാന കൃപ നൽകും. സഹിഷ്ണുതയുടെ ആത്മാവ് വെളിപ്പാട് പുസ്തകം പ്രാപിച്ച് സഹിഷ്ണുതയെ കുറിച്ചുള്ള ഈ വചനം. അപ്പം ഈ വചനം എന്താ? ഇത് സൗഖ്യം മാത്രമല്ല, സഹിപ്പാനുള്ള ശക്തിയും കൂടി നൽകുന്നു ഈ വചനം. എല്ലാവർക്കും ഒരുപോലെ സൗഖ്യമല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് അതേ കനാൻ ദേശം നൽകും. പക്ഷെ എന്നാൽ ഞാൻ നിങ്ങളുടെ ദൈവം ആയിരിക്കും. ദൈവം ആയിരിക്കുമ്പോൾ പറയുമ്പോൾ ദൈവം ഈ 66 പുസ്തകങ്ങളിൽ അത് 3/4 ഭാഗവും ദൈവത്തിന് പ്രമാണമാകുന്നു. അതിൽ ബാക്കി ആ ഭാഗമുള്ള ദൈവത്തിന് വാഗ്ദത്തം. സ്തോത്രം. അപ്പോൾ അതെല്ലാം പ്രസ്താവിക്കാൻ എനിക്ക് സമയമില്ല, താല്പര്യപ്പെടുന്നില്ല. ഒറ്റ ദിവസം കൊണ്ടത് പറഞ്ഞു തീർന്നാൽ മനസ്സിലാകത്തില്ല. പക്ഷേ ഹല്ലേലൂയ, അത് നമ്മൾ വായിച്ച സംഗീത ഭാഗത്തേക്ക് അതും കൂടി ചേർന്ന് അവിടെ വരുമ്പോൾ അതിൻ്റെ 9-ാം വാക്യം സംഗീതക്കാരനായ ദാവീദ് രാജാവ് പറയാണ്. 16-ന്റെ 9-ാം വാക്യം ദാവീദ് രാജാവ് പറയുന്നത്, അത് എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു, എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ മാംസം, എൻ്റെ ശരീരം അത് നിർഭയമായി വസിക്കുന്നു. 3 അവസ്ഥ. ഏത്? ആത്മാവിൻ്റെയും ദേഹിയുടെയും ദേഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു, എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ മാംസം അല്ലെങ്കിൽ എൻ്റെ ശരീരം അത് നിർഭയമായി വസിക്കുന്നു. സ്തോത്രം. ഇവിടെ ദൈവം പറയുകയാണല്ലോ, ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന ദേശം അത് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശമാണ്. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. പക്ഷേ ആ കനാൻ ദേശത്ത് അവരുടെ ജീവിതത്തിൽ പാലും തേനും ഉണ്ടായിരുന്നു. അത് വലിയ സമൃദ്ധി ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലെ കഷ്ടങ്ങൾ, അതുപോലെ ഇല്ലായ്മ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അന്നും ഉണ്ടായി, ഇന്നും അത് സംഭവിക്കുന്നു. അന്നും അവർക്ക് അസ്വസ്ഥത ഉണ്ടായിരുന്നു, ഇന്നും അവർക്ക് സമാധാനമേ ഇല്ല, യുദ്ധമേ യുദ്ധം. സ്തോത്രം. അപ്പോൾ അതിൻ്റെ ലേവ്യ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ അതിന് വേണ്ട, 15-ാം അധ്യായം വേണ്ട, ഇത് 25-ന്റെ 18-ാം വാക്യം. 25-ന്റെ 18. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ
കൽപ്പനകൾ അനുസരിച്ച് ആ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം. ആ എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും. എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയമായി വസിക്കും. നമ്മുടെ ദേശത്ത് നിർഭയമായി വസിക്കുന്ന സംഗീതകാരൻ പറയാണ്, അത് എൻ്റെ ശരീരത്തിൽ എൻ്റെ മാംസം നിർഭയമായി വസിക്കും. കാരണം എങ്ങനെയാ? നാം അവൻ്റെ പ്രമാണം അനുസരിക്കുമ്പോൾ, അവൻ്റെ വിധികൾ നമ്മൾ ആചരിക്കുമ്പോൾ ആണ് നമുക്ക് അതേ സ്വത്ത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ദേശത്ത് നമുക്ക് നിർഭയമായി വസിക്കുവാൻ സാധിക്കുന്നത്. അതിൻ്റെ 19-ാം വാക്യം, 25-19. ദൈവം പിന്നെ പറയാണ്, രണ്ടാമത് കാര്യം പറയും, ഭൂമി അതിൻ്റെ ഫലം തരും. നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ജോലിയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ കഷ്ടത ഉണ്ട്, ആ പൂർണ്ണമായ ഫലം ലഭിക്കില്ല. കാരണം എന്താണ്? അതിലുള്ള എതിർപ്പ് ഉണ്ട്, പിശാചിന്റെ പൈശാചികമായ പ്രവൃത്തി ഉണ്ട്. നാം ജോലി ചെയ്താലും വിദ്യാഭ്യാസം പഠിച്ചാലും അത് വേല ചെയ്താലും നമുക്കൊരു പോരാട്ടം ഉണ്ട്. പക്ഷെ പോരാട്ടത്തെ ജയിച്ച ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളുടെ ഉള്ളിൽ പകർന്ന ദൈവത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് യാക്കോബ് ലേഖനം പറയുന്നത്, നമ്മളിൽ ഉള്ളവൻ ഈ ലോകത്തിൽ ഉള്ളവനേക്കാളും ബലവാനും ജയിച്ചവനാകുന്നു. അപ്പോൾ ഈ കഷ്ടങ്ങളെ ജയിക്കണമെങ്കിൽ ആത്മശക്തി ഓരോ ദിവസം പ്രാപിക്കണം. എങ്ങനെയാണ്? നാം 3 നേരം, ചിലർ 4 നേരം ഭക്ഷിക്കും. 4 നേരം ഭക്ഷിക്കുന്ന ആൾക്കാർ വേണ്ട, 3 നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന എന്തിനാണ്? നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വരണം എന്ന് പറയുന്ന പോലെ തന്നെ ആത്മീയ മനുഷ്യന് ആരോഗ്യം വരണമെങ്കിൽ പ്രാർത്ഥന വേണം, വചന ധ്യാനം വേണം, ഉപവാസം വേണം, ആരാധന വേണം. സ്വന്തം അല്ലാതെ പക്ഷെ ഒറ്റ ദിവസം വന്ന് ദൈവസന്നിധി വന്ന് കർത്താവിനെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് രക്ഷിക്കും. കാരണം നീതിയുള്ള ദൈവമായതുകൊണ്ടും അത് മനസ്സലിവുള്ള പിതാവായതുകൊണ്ടും ആ സമയത്ത് പെട്ടെന്ന് രക്ഷ കർത്താവ് തരും. പക്ഷെ അത് ശാശ്വതമല്ല. ശാശ്വതമായ രക്ഷയും ആ അനുഗ്രഹവും ആ സൗഖ്യം പ്രാപിക്കണമെങ്കിൽ അത് എന്ത് വേണം? നിരന്തരമായ പ്രാർത്ഥന. കർത്താവ് താൻ തന്നെ പറഞ്ഞു, സ്തോത്രം, അതേ നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ഉപവസിക്കുമ്പോൾ എന്ന് കർത്താവ് അതേ നമ്മളെ പഠിപ്പിച്ചു, കർത്താവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവിടെ 18-19 വാക്യം പറയാണ്, നിർഭയമായി വസിക്കാൻ എന്ത് ചെയ്യണം? അവൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കണം. ദേശത്തിലുള്ള ഭൂമി അതിന് ഫലം തരും. അത് താഴെ വായിച്ചു, 19 താഴെ. തൃപ്തിയായി ഭക്ഷിക്കണം. ചിലപ്പോൾ കഞ്ഞിയായിരിക്കും കുടിക്കുന്നത്, പക്ഷേ കഞ്ഞി കുടിച്ചാലും തൃപ്തി വരുവാൻ എന്ത് വേണം? ദൈവത്തിന് കൃപ വേണം. പ്രാർത്ഥിച്ച് ഞാൻ പലപ്പോഴും പറയാറ്, കുഞ്ഞുങ്ങൾ പലപ്പോഴും ഇന്നത്തെ കാലത്ത് ഈ അനുഗ്രഹം ലഭിച്ചുകൊണ്ട്, അനുഗ്രഹം തന്നെ വലിയ കോടീശ്വരൻ്റെ മക്കളുടെ കാര്യം മാത്രമല്ല, ഞങ്ങൾ VBS എടുത്തിട്ടുണ്ട്. അപ്പോൾ VBSന് പാവപ്പെട്ട കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾ പോലും സ്വന്തം വിശ്വാസികളാണ്, പക്ഷേ പ്രാർത്ഥിക്കാതെയാണ് വെട്ടി വിഴുങ്ങുന്നത്. അവസാന ദിവസം ലവ് ഫീസ്റ്റിനുള്ള അവസാന ദിവസം കുഞ്ഞുങ്ങൾ അവർ വീടുകളിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരും. പിന്നെ ഇവിടെ ബിരിയാണി ഉണ്ടാവും. ഇതെല്ലാം കഴിക്കുന്നതിന് പ്രാർത്ഥിക്കുക പോലും ചെയ്യാതെ വെട്ടി വിഴുങ്ങുക. ഞങ്ങളുടെ വടക്ക് ഭാഷയിൽ അങ്ങനെ പറയും, ആലുവ തൃശ്ശൂർ ഭാഗത്തൊക്കെ അങ്ങനെ പറയും. അവനെ വെട്ടി വിഴുങ്ങാൻ വേണ്ടിയല്ല, ഒരു വാക്ക് ഇങ്ങനെ സ്തോത്രം ചെയ്യണം. 3 നേരം കഴിക്കാൻ 4 നേരം കഴിച്ചാൽ 4 നേരം സ്തോത്രം ചെയ്ത് വേണം കഴിക്കുവാൻ. കാരണം നമ്മൾ കഴിക്കുന്ന മായമുള്ള ഭക്ഷണമാണ്. അത് പ്രാർത്ഥിച്ചിട്ട് കഴിച്ചിട്ട് തന്നെ വേണ്ടുവണ്ണം ആരോഗ്യം ലഭിക്കുന്നില്ല. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥിക്കാതെയോ? മാത്രം രണ്ടാമത്തെ വിഷയം, ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം എന്നെപ്പോലെ അനേക കുഞ്ഞുങ്ങളോ യൗവനക്കാരോ ആരെങ്കിലും എത്രയോ മനുഷ്യർ ഭക്ഷണമില്ലാതെ ജീവിക്കുമ്പോൾ, അല്ല മറുവശം എത്രയോ ജീവിതങ്ങൾ ഈ ആശുപത്രിയിൽ കിടന്ന് അതേ വേണ്ടുവണ്ണം ഭക്ഷണമില്ലാതെ മൂക്കിക്കൂടിയാണ് അവർക്ക് ട്യൂബ് ഇട്ടിരിക്കുന്നത്. ഭക്ഷണം വേണമെങ്കിൽ അത് എത്രയുണ്ട്? ഇത്തിരി പറ്റുള്ളൂ. അപ്പം ആ അവസ്ഥയൊന്നും ഇല്ലാതെ കർത്താവ് എനിക്ക് അത് കഴിക്കുവാൻ, ഞാൻ കഴിക്കുന്നത് വയറ്റിൽ വെത്തുവാനും അത് രുചികരമായി തീരുവാൻ അങ്ങ് എന്നോട് കരുണ കാണിച്ചല്ലോ, എൻ്റെ കുടുംബത്തോട് കരുണ കാണിച്ചല്ലോ, നന്ദി പറയുന്ന ഒരു കാര്യം കൂടിയാണ് അത് ഞങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തോട് പറയുക, തൃപ്തിയായി ഭക്ഷണം കഴിക്കുന്ന ഒരു അനുഭവം എങ്ങനെയാണ്? എൻ്റെ പ്രമാണം അനുസരിച്ച്, എവിടെ ഞാൻ നിങ്ങൾക്ക് തരുന്ന വാഗ്ദത്ത ദേശമായ കനാനിൽ ഇത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. സ്തോത്രം. ചെയ്യുമ്പോൾ കർത്താവിനെ പ്രവൃത്തി ചെയ്യും. അതിനോട് ചേർന്ന് പറയട്ടെ, ഈ കനാൻ അല്ലെങ്കിൽ ജാതികളുടെ ദേശമാണ്. ജാതികളുടെ ദേശത്തെ ജാതികൾ നീക്കിയിട്ടാണ്, എങ്ങനെ വെറുതെ നീക്കിയല്ല, യുദ്ധം ചെയ്തിട്ട് നീക്കിയത് പോട്ടെ. അപ്പോൾ നീക്കിയിട്ടാണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഈ ദേശം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് സ്തോത്രം. ഞാൻ ഇന്നലെ ആ സഭയിൽ പറഞ്ഞ പോലെ ഇവിടെ ഓർപ്പിക്കട്ടെ, അത് കോഴഞ്ചേരി താമസിച്ചാലും കുമ്മനാട് താമസിച്ചാലും ഇപ്പുറത്തല്ല അപ്പുറത്തെ എവിടെയായാലും എല്ലായിടത്തും ഭൂതമുണ്ട്, പിശാചുമുണ്ട്. ഇവിടെ വിറ്റ് അങ്ങോട്ട് പോകണ്ട, അവിടെ വിറ്റ് അപ്പുറത്തും പോകണ്ട. അങ്ങനെയാണെങ്കിൽ പിന്നെ ഓടി നടക്കേണ്ട, ഇന്ത്യ മുഴുവൻ ഓടേണ്ടി വരും. വെളിപ്പാട് പുസ്തകം പറയുന്നത്, സ്തോത്രം, വെളിപ്പാട് പുസ്തകം അതെ സർദീസ് സഭയോട് പറയാണ്, നീ എവിടെ ഇരിക്കുന്നത് ഞാൻ അറിയുന്നു, അത് പിശാചിൻ്റെ സിംഹാസനമാകുന്നു. എടുക്കണ്ട, അത്ര പിശാചിൻ്റെ സിംഹാസനം, അതിലും വലിയ കാര്യമുണ്ടോ? അപ്പോൾ ഞാനിരിക്കുന്ന കോഴഞ്ചേരി പിശാചിൻ്റെ സിംഹാസനമാണ് ദൈവം പറഞ്ഞാൽ പിന്നെ അതിലും വലിയ കാര്യമുണ്ടോ? പക്ഷെ ആ സിംഹാസനം ആണെങ്കിലും ദൈവം അറിയാതെയല്ല, ദൈവം എന്നെ ആക്കി വച്ചിരിക്കുന്നത് ആ സിംഹാസനത്തെ തകർക്കാനാണ്.
നിങ്ങളെ കുമ്മനാട് പാസ്റ്ററുടെ കുമ്മനാട് അവിടെയാണെങ്കിൽ അവിടെ സിംഹാസനം ഉണ്ട്, എല്ലായിടത്തും അവന് സിംഹാസനം. പക്ഷേ ആ സിംഹാസനം വാഴുന്ന ഒരു ആത്മശക്തി ഞാൻ പ്രാപിക്കണം. തന്നിട്ടുണ്ട് ഏത് പരിശുദ്ധാത്മാവിനെ, ആ ആത്മാവ് ഞാൻ ഓരോ ദിവസം പ്രാപിക്കണം. സ്തോത്രം. വീണ്ടും അതേ നമ്മൾ വായിച്ച ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് അതേ അവരെ നീക്കി കളഞ്ഞിട്ടാണ് വരുന്നത്. ഇവരുടെ ശക്തി ഇവരെ ഇഷ്ടംപോലെ അമ്പലങ്ങൾ, നമുക്ക് മാത്രം അമ്പലം, അന്ന് ഇഷ്ടം മക്കൾക്ക് ജാതികൾക്കും അമ്പലമുണ്ട്. അവരെ അമ്പലങ്ങളിലൊക്കെ അത് ഇടിച്ചു പൊളിച്ചിട്ടാണ് മാറ്റിയിട്ടാണ് ഇവർ വന്ന് താമസിക്കുന്നത്. പക്ഷേ ഈ അമ്പലങ്ങളുടെ ശക്തി അമ്പലങ്ങൾ മാറിപ്പോയി, ശക്തി വിട്ടുപോയില്ല. എന്താ കാരണം? ദൈവം പൂർണ്ണമായി വിടുവിച്ചില്ല. ദൈവത്തിൽ വീണ്ടും ആശ്രയിക്കാൻ വേണ്ടി ഇവരുടെ ചിന്താഗതി, ജാതികളുടെ ചിന്താഗതി ഇസ്രായേൽ മക്കളെ ഇടയ്ക്കിടയ്ക്ക് ഭരിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മളെ ഭരിക്കുന്ന നല്ല ഉദാഹരണം രണ്ടാഴ്ച മുമ്പായിരുന്നു, ഞായറാഴ്ചയായിരുന്നു ഓണം. ഈ ശിവൻ്റെയും പാർവതിൻ്റെയും പേര് പറയുന്നത് വിഷയം കർത്താവ് പെട്ടെന്ന് ചാടിക്കയറി ആദ്യം പറഞ്ഞെന്നും പറഞ്ഞ് നമുക്ക് ശാപമൊന്നും പറ്റില്ല. പക്ഷെ അവരിൽ ആശ്രയം, ഞാൻ ഈ സത്യം അറിഞ്ഞിട്ട് വീണ്ടും അവരിൽ ആശ്രയം, ആ പേരെടുക്കുന്നതാണ് വിഷയം. സ്തോത്രം. വേണ്ട, ഓണം പറഞ്ഞോ. ആ ഞായറാഴ്ച ഞങ്ങൾ അവിടെയുള്ള ഒരു സഭയിൽ, ഞങ്ങളടുത്ത് പൊന്നക്കാടിലുള്ള ഒരു IPC സഭയിലാണ് പോയത്. ഓട്ടോക്കാരൻ ഹല്ലേലൂയ, ഞങ്ങൾ വിളിച്ചു വരുത്തിയ ഓട്ടോക്കാരൻ ഹൈന്ദവനായിരുന്നു. പുള്ളി ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾ മിണ്ടാതെ അവിടെ കൊണ്ടാക്കി. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ സ്തോത്രം നമ്മളെ ഒരു അമ്മാമയെ പരിചയപ്പെട്ടു. സ്തോത്രം. നമ്മുടെ ദൈവസഭയിൽ തന്നെ ഇവിടെ ഒരു അമ്മാമയെ പരിചയപ്പെട്ടു. അമ്മാമ സഭയിൽ പോകുമായിരുന്നു. അപ്പോൾ അമ്മാമയെ പറഞ്ഞ ഒരു ഓട്ടോക്കാരനെ വിളിച്ചു. അദ്ദേഹം കുറിയൊക്കെ തൊട്ട്, ഞങ്ങളെ വിളിച്ച ആൾ കുറിയൊന്നും തൊട്ടിട്ടില്ല, ഹിന്ദുവാണ്. സ്തോത്രം. പക്ഷേ അമ്മാമ വിളിച്ച ആൾ കുറിയൊക്കെ തൊട്ടുള്ള ആളായിരുന്നു. പുള്ളി അകത്തു നിന്ന് ഞാൻ അപ്പോൾ അമ്മാമയെ കയറ്റി. സ്തോത്രം. അപ്പോൾ ഈ പുള്ളി അകത്ത് തന്നെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു ഹാപ്പി ഓണം. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു മിണ്ടിയില്ല എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഓണം ഇല്ലയെന്ന് പറഞ്ഞു. ഞങ്ങൾ അയൽവാസികൾ 1-2 ആൾക്കാർ, ഞങ്ങൾ വന്നിട്ട് 8-9 മാസം ആയുള്ളൂ, 1-2 ആൾക്കാർ ഓണത്തിന് കാര്യം ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഓണമില്ല. മാത്രമല്ല ഞങ്ങൾ നല്ലോണം അറിയുന്ന ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ ഓണമസിന് ഉൾപ്പെടെ പറഞ്ഞു നിങ്ങളെ വിളിക്കാതിരുന്ന നിങ്ങൾ ഓണത്തിന് വരില്ലെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന്. ഞാനൊരു കമാന്നൊരു അക്ഷരം വേണ്ടിയില്ല, പാസ്റ്റാന്ന് അറിയാം, അതുകൊണ്ടാണ് വീട് തന്നത്. പക്ഷെ അവർക്ക് അറിയാം പാസ്റ്ററായ ഞാൻ ഓണം ആഘോഷിക്കില്ല. എത്രയോ പാസ്റ്റർമാർ ആഘോഷിക്കുന്നുണ്ട് ഈ കേരളത്തിലും, പിന്നെ വിദേശ രാജ്യം പറയും വേണ്ട, കാരണം അവിടെ ആരും കാണുന്നില്ലല്ലോ. പക്ഷേ ഇവിടെ ഈ കേരളത്തിൽ തന്നെ ഓണം ഉണ്ട്, പാസ്റ്റർമാർ ധാരാളം ഈ വർഷമുണ്ട്. സ്തോത്രം. അതാണ് ശാപം. അത് ആർക്കും ഒരു ശാപം? ആ ദേവദാസനും ശാപമാണ്, സഭയ്ക്കും ശാപമാണ്, അവരുടെ തലമുറയ്ക്കും ശാപം. 3 പേരാണ് ആ ശാപത്തിൽ കുടുങ്ങുന്നത്. സ്തോത്രം. ദൈവമേ, ആ നാമം അത് തമാശയ്ക്ക് പോലും അത് പറയേണ്ട ആവശ്യം നമുക്ക് ഇല്ല. പറയുന്നു ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഓണമില്ല. അപ്പോൾ അമ്മാമ പറയാണ്, അല്ല അയ്യോ അങ്ങനെയല്ല, എല്ലാവർക്കും എല്ലാവരും നമ്മുടെ ദേശീയ ഉത്സവമാണല്ലോ എന്ന്. അല്ല, നമ്മുടെ ദേശീയ ഉത്സവമല്ല, ഇപ്പോൾ എൻ്റെ ദേശീയ ഉത്സവം അല്ല എന്ന ധൈര്യം എനിക്ക് വേണം. കാരണം എന്താണ്? എന്നിൽ പകർന്ന 2 തീമോഥെയോസ് 1:7 പറയുന്ന ഭീരത്വനെ ആത്മാനല്ല. അതും പറഞ്ഞ് തല പോയാൽ തല പോട്ടെ, അല്ലാണ്ട് പ്രൈസ് ദി ലോർഡ്. അവരെ അവഗണിക്കുകയല്ല, പക്ഷെ എന്നാൽ വിശ്വാസം പറഞ്ഞു കൊടുക്കുന്നു. പലരും വരുന്ന ഇപ്പോൾ അടുത്ത വരുന്നുണ്ട്, ഡിസംബറിൽ 25-ാം തീയതി. ഞാൻ അതിൻ്റെ ആ ആഴ്ചയിലെ പിന്നിലെ ആഴ്ച അവിടെയും ചോദിച്ചാൽ ഇന്നും ഇവിടെയും പറയുന്നു 25-ാം തീയതിയേ കേക്ക് കഴിക്കാവോ? അതിന് മുമ്പുണ്ട് പുറകുമുണ്ട്. ആ ഇഷ്ടംപോലെ കേക്ക് കഴിച്ചോ. 25-ാം തീയതി തന്നെ കേക്ക് കഴിക്കണോ? വേണ്ട. അവിടെ വരുമ്പോഴാണ് ദൈവത്തിന് കോപം വരുന്നത്. പിന്നെ പാസ്റ്റർമാർക്കാ പണി. ഈ പിള്ളേരെല്ലായിടത്തും പോയി ഇന്ന് കേക്കും ലഡ്ഡും എല്ലാം കഴിച്ചിട്ട്, ബിരിയാണി എല്ലാം കഴിച്ചിട്ട് വന്ന് പിന്നെ ആഴ്ച മുഴുവൻ തലവേന, വയറുവേന. ശരിക്കും കാര്യമാണ് സത്യം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ശാസിക്കാൻ പിന്നെ പാസ്റ്ററിനെ പുറകെ പോകണം. പാസ്റ്റർമാർ അധികം പറയാറുമില്ല, അത് വേറെ വിഷയം. എങ്കിലും സ്തോത്രം. പക്ഷെ ഞാൻ എവിടെ സാഹചര്യം ലഭിച്ചാൽ പറയാറുണ്ട്, കാരണം ആ ദൈവത്തിന് പ്രമാണമാണ്. സ്തോത്രം. അതിലൊരു വിട്ടുവീഴ്ചയും ഹല്ലേലൂയ. എന്നാൽ അവരെ നമ്മളെ ഇങ്ങോട്ട് ക്ഷണിച്ച് സഭയിലേക്ക് ക്ഷണിച്ചാൽ വരുമോ? ഇല്ല. പിന്നെ നമ്മളാ കഴിക്കുന്നത്. സ്തോത്രം. അവരോടൊരു സ്നേഹക്കറവുമില്ല. ഏറ്റവും കൂടുതൽ നമ്മളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെ ആൾക്കാർ രക്ഷിക്കപ്പെടണം, ഈ അയൽവാസി രക്ഷിക്കപ്പെടണമെന്ന് ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസം മുമ്പേ വേസ്റ്റ് എടുക്കാമെന്ന് സഹോദരിമാരുണ്ടല്ലോ, പഞ്ചായത്തിലെ വേസ്റ്റ് എടുക്കാമെന്ന് സഹോദരിമാർ നമ്മുടെ വീട്ടിൽ വരാറുണ്ട്. ഇന്നലെ ഇന്നലെ പകൽ വന്നപ്പോൾ സ്തോത്രം, അതേ ഞങ്ങൾ വഴി വെച്ച് അവരെ കണ്ടത്. അവരെന്നോട് അതിനകത്ത് ഒരാൾ പറയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹിന്ദുക്കളാണ്, SNDPക്കാരാണ്. സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ഒരാൾ പറഞ്ഞു. ഒരാൾ തൊട്ട അയൽവാസി ആയതുകൊണ്ട് പുള്ളിക്കാരത്തി വാശി, ഞങ്ങൾ പാസ്റ്റർ ആയതുകൊണ്ട് ഒരു വാശിയുള്ളൂ, മനസ്സിൽ ഹൃദയശുദ്ധിയുണ്ട്. അപ്പോൾ മറ്റേ സഹോദരി പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ചോദിച്ചു എന്ത് പ്രാർത്ഥിക്കണം? വെറുതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഇഷ്ടംപോലെ വിഷയമുണ്ടല്ലോ. എന്ത് പ്രാർത്ഥിക്കണം ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് പേരും ചോദിച്ചു. പേര് പറഞ്ഞു. വിഷയം പറഞ്ഞപ്പോൾ സാമ്പത്തിക വിഷയം. അപ്പോൾ ഞാൻ സാമ്പത്തിക വിഷയം ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു അത് നിങ്ങളുടെ അവിടുത്തെ ഓഫീസ് ലെവൽ വിഷയമാണോ, ജോലിയുടെ ബന്ധമാണോ ചോദിച്ചപ്പോൾ അല്ലാതില്ല, സാമ്പത്തിക വിഷയം. അപ്പോൾ ഭർത്താവ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഇലക്ട്രീഷ്യൻ പണി ചെയ്ത ആളാണ്. അപ്പോൾ ഇന്ന ആളുടെ ഭാര്യയാണെന്നും പറഞ്ഞു. സ്തോത്രം.
പ്രാർത്ഥിച്ച് വരികയാണ്. അല്ല, അദ്ദേഹം വന്ന് ഈ പണി ചെയ്യുന്ന ആ നിമിഷം മുതൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഭാര്യയും കൊണ്ട് ഭാര്യ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ കർത്താവ് നമ്മുടെ അടുക്കൽ ആൾക്കാരെ കൊണ്ടുവരും, പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെടും. സ്തോത്രം. നാം അവരോട് കൂടെ അവർ നിന്റെ പക്ഷം ചേരുകയല്ല, നീ അവരുടെ പക്ഷം ചേരില്ല, അവർ നിന്റെ പക്ഷം ചേരുക. അപ്പം നാം ഒരു പടി അങ്ങോട്ട് ഒരു അയവ് കാണിച്ചാൽ പിന്നെ ആ ശക്തിയോടെ നമുക്കെതിരായി വരും. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ. അതേ ദാവീദ് രാജാവ് പറയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ദൈവത്തിൻ്റെ പ്രമാണിക്കുന്നുണ്ട്. ആ സങ്കീർത്തനം 16:9 പറയാണ്, അത് എൻ്റെ ഹൃദയം സന്തോഷിക്കുകയാണ്. ഹൃദയം തന്നെ ആത്മാവ്, എൻ്റെ ആത്മാവിൽ സന്തോഷമുണ്ട്, എൻ്റെ മനസ്സിൽ ആനന്ദമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് എൻ്റെ ശരീരത്തിൽ അത് എനിക്ക് നിർഭയവാസമുണ്ട്. സ്തോത്രം. കഷ്ടതയുണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അത് ദൈവാത്മാവിന് വ്യാപാരം ഉള്ളതുകൊണ്ട് അതേ എനിക്ക് മഹാസന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ കർത്താവ് ഇവിടെ പറയുന്ന ഹല്ലേലൂയ, അതേ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും, ഞാൻ നിങ്ങളെ കനാനിലേക്ക് 38 ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം തരുവാനും നിങ്ങളുടെ ദൈവമായി ഇരിപ്പാനും നിങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ യഹോവയായ ദൈവമാകുന്നു. എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന നിങ്ങളൊരു വിശുദ്ധ ജാതിയാകുന്നു. അതുകൊണ്ട് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ദൈവത്തെ പോലെ നമുക്ക് ആർക്കും വിശുദ്ധന്മാരായി തീരാൻ സാധിക്കില്ല. ആരും ഇതുവരെ ആയിട്ടുമില്ല. നമുക്ക് ദൈവത്തെ കാണാനും സാധിക്കില്ല. പക്ഷേ എന്താണ് നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യം? യേശുവിൽ കൂടിയാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നത്. യേശുവിൽ കൂടിയാണ് നമുക്ക് കർത്താവിനെ അത് ദൈവത്തിന് അടുക്കൽ വരാൻ സാധിക്കുന്നത്. മാത്രമല്ല ആ നാമം ഉച്ചരിപ്പാൻ പോലും അതേ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കൾക്ക് പോലും ഭയമായിരുന്നു. യഹോവ എന്ന വാക്ക് അവർ മുഴുവനും എഴുതില്ലായിരുന്നു. അത് 4 അക്കമുള്ള ഷോർട്ട് ഫോമാണ്, 4 അക്കമുള്ള അത് എഴുത്തുള്ള അതേ വാക്കാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അത്രയും ഭയമാണ് അവർക്ക് യഹോവ എന്ന് പറയുവാൻ. കാരണം സർവശക്തനായ ദൈവം ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു, എപ്പോൾ വേണമെങ്കിൽ അഗ്നിക്ക് വരാം. എപ്പോൾ വേണേ അഗ്നിക്ക് പ്രത്യക്ഷമാണ്. പക്ഷേ ഹല്ലേലൂയ കർത്താവ് അതിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന പ്രാർത്ഥനയോടെയാണ്, ദൈവഭയത്തോടെയാണ് അവർ ദൈവത്തെ സംബോധന പോലും ചെയ്യുന്നത്. അബ്ബാ പിതാവെന്ന് വിളിപ്പാണ് പുത്രത്തിന് ആത്മാവിനെ അത് ദൂരസ്ഥരായ നമ്മളെ കർത്താവ് സമീപസ്ഥരാക്കി തീർത്ത് ആ നല്ല ആത്മാവിനെ തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളുള്ളിൽ പകർന്ന് എന്താണ് ഏത് സമയത്തും കൃപാസനത്തിന് അടുക്കൽ വരുവാൻ നമ്മുടെ വിഷയങ്ങൾ പറയാൻ വേണ്ടിയാണ്. സ്തോത്രം. നമ്മുടെ വിഷയം പറയാൻ വേണ്ടി മാത്രം ദൈവമക്കളെ ഹല്ലേലൂയ ഉപരിയായി ഈ കർത്താവിന് നന്നായി അറിയുവാൻ, അവനൊന്ന് രുചിച്ച് അറിയുവാൻ, സൗഖ്യം ലഭിച്ചുകൊണ്ട് മാത്രമല്ല ഇപ്പോൾ ഞാൻ പോകുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് പുസ്തകം പറയുന്നത്, വെളിപ്പാട് 1:13 മുതൽ യോഹന്നാൻ പറയാണ് യേശുവിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോയാൽ യേശു കണ്ടാൽ എങ്ങനെ ഇരിക്കും? ആ കർത്താവ് അന്നും ഇന്നും അതേ രൂപമാകുന്നു. സ്തോത്രം. അവൻ മാറാത്തവൻ. ഹല്ലേലൂയ. ഇന്നും എന്നേക്കും അവൻ വാക്ക് മാറാത്തവനാകിയ സ്തോത്രം. അതേ വെളിപ്പാട് പുസ്തകം 1:13 മുതൽ അതേ യോഹന്നാൻ പറയാണ്, അവന് മുഖമോ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖമാകുന്നു. നമ്മൾ കണ്ടിരിക്കുന്ന പള്ളികളൊക്കെ വരച്ചതും അത് ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ദിവസങ്ങളൊക്കെ പോയാൽ ഞങ്ങൾ തൊട്ട് അയൽവാസിയായ ചേച്ചിയും കഴിഞ്ഞ പറഞ്ഞ ഞാൻ ഹെമൻലി ഫീസ്റ്റ് പോയിട്ടുണ്ട്, താല്പര്യം യേശുവിനെ എനിക്ക് നിങ്ങൾ ഏറ്റവും വലിയ സന്തോഷം. അത് ആദ്യമായിട്ട് അങ്ങനെ ഒരു അനുഭവം കേട്ടോ. ഒരു ഹൈന്ദവ സഹോദരി വന്ന് ഞങ്ങൾ പാസ്റ്റർ എന്നാണ് ഇപ്പോൾ വേഗം വീട്ടിൽ വന്ന് നിങ്ങൾ ദൈവമക്കളാണല്ലോ, അതുകൊണ്ടും കൂടിയാണ് ഞാൻ വന്നത്. അവിടെ താമസം പുള്ളിക്കാരത്തി പന്തളത്താണ്. പക്ഷേ അറിഞ്ഞപ്പോൾ വേഗം വന്ന് പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞ വാക്ക് നിങ്ങൾ ദൈവമക്കളാണല്ലോ. നമ്മുടെ ദൈവമക്കൾ പോലും അങ്ങനെ പറയാറില്ല. സ്തോത്രം. പക്ഷേ കാഴ്ചപ്പാട് എന്നാൽ ലഭിച്ച പ്രശ്നം ഹെമൻലി ഫീസ്റ്റിൽ പോയി അവിടെ ചിലപ്പോൾ എന്തെങ്കിലും വേറെ സംഭവിച്ചിട്ടുണ്ടാകും, വേണ്ടുവേണം അവർക്കുള്ള കാര്യങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് ഇപ്പോൾ അവിടെ പോകുന്നില്ല. ഇപ്പോഴും ഇവിടെ പോകുന്നത് പള്ളിയിലെ അച്ഛൻ്റെ പ്രസംഗം കേൾക്കുക, ഏത് കത്തോലിക്ക പള്ളിയിൽ. സ്തോത്രം. അത് അങ്ങനെ ഒത്തിരി ഹൈന്ദവ വിശ്വാസം വന്ന പലർക്കും അതുണ്ട്. കാരണം പള്ളികളിൽ രൂപമുണ്ട്. ഇവർ വർഷങ്ങളായിട്ട് ജനിച്ച നാൾ മുതൽ രൂപത്തെയാണല്ലോ സേവിച്ച് വന്നത്, ശിവൻ്റെയും പാർവതിയുടെയൊക്കെ. അത് വിട്ട് വരുമ്പോഴത്തേക്ക് ഒരു രൂപം വീണ്ടും യേശുവിൻ്റെ രൂപമാണല്ലോ, കുഴപ്പമില്ല. അപ്പം എല്ലാവർക്കും പറയാനും, പക്ഷെ അവരോട് ഞങ്ങൾ പറയാറുള്ളത് നമുക്കും പറയാനുള്ളത് അല്ല, രൂപമല്ല യേശു. പിന്നെ നിങ്ങളും നമ്മൾ വ്യത്യാസം എന്നാ? യേശുവും ശിവനും തമ്മിൽ വ്യത്യാസം എന്നാ? യേശുവിന് രൂപം ഇല്ല, ആരും കണ്ടിട്ടില്ല. അവൻ സർവശക്തനായ ദൈവമാകുന്നു. ശിവൻ്റെ ഒരു ശക്തിയുണ്ട്, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. സ്തോത്രം. പക്ഷേ ജാതികളുടെ ദൈവന്മാർക്ക് ശക്തിയുണ്ട്, പക്ഷേ യേശു ക്രിസ്തു സർവശക്തനായ ദൈവമാകുന്നു. സ്തോത്രം. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏത് മനുഷ്യനും അത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നിൽക്കുന്ന നിൽപ്പിൽ அதை വിളിച്ചാൽ നമ്മുടെ അടുക്കൽ വരുന്ന ഒരു സർവശക്തനായ ദൈവം. സ്തോത്രം. അത്രയും സമീപസ്ഥനായാണ് ദൈവം നമുക്ക് ഉള്ളത്. അവൻ്റെ വചനം നമ്മുടെ നാവിൽ തന്നിട്ടുണ്ട്. സ്തോത്രം. നമ്മുടെ നല്ല ഇടയനായ കർത്താവ്
ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് പറയുന്ന ഈ ദൈവത്തിന് പ്രമാണം ഞാൻ അനുസരിക്കുമ്പോൾ എനിക്കത് ആശ്വാസമായി തീരുന്നു, എനിക്കത് സന്തോഷമായി തീരുന്നു. അതുകൊണ്ട് ഈ സന്തോഷം ഞാൻ മറ്റുള്ളവരോട് പറയാണ്. സ്വന്തം അവർ പലരും പറയാനും ഞങ്ങൾക്ക് അവിടെ പോയി പള്ളിയിൽ പോയി ഞങ്ങൾക്ക് സൗഖ്യം പ്രാപിച്ചു, ഈ അച്ഛൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് സൗഖ്യം പ്രാപിച്ചു, ഇന്ന ഇടത്ത് പോയി ഞങ്ങൾക്ക് സൗഖ്യമല്ല വിഷയം. നിങ്ങൾ നിത്യതയിൽ പോകുമോ ഇല്ലയോ? പള്ളിക്കാരോട് പറയാറുണ്ട് അത് രക്ഷിക്കപ്പെട്ടോ ഇല്ല ചോദിക്കാനും അവർ പറയും ഞങ്ങൾ പള്ളിക്കാരൻ ഞങ്ങൾക്ക് യേശുവിനെ അറിയാം. അല്ല, യേശുവിനെ അറിഞ്ഞിട്ട് രക്ഷ പ്രാപിച്ചോ, രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ടോ? ഇതൊക്കെ ദൈവത്തിന് കൽപ്പനയാകുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ കേരള സർക്കാർ, ഇന്ത്യ സർക്കാർ ഓരോ കൽപ്പനകൾ അനുസരിച്ച് അത് പുറപ്പെടുവിക്കുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ? പാൻ കാർഡ് ഇറക്കാൻ പറയുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ പാൻ കാർഡ് അത് ചെയ്തു, അത് ലിങ്ക് ചെയ്യാൻ പറയുമ്പോൾ ലിങ്ക് ചെയ്തു ഏതിനായിട്ട്? ആധാറായിട്ട്. അതുപോലെ പാസ്പോർട്ടിന് വിഷയം പുറത്ത് പോകുന്ന ആൾക്കാർക്ക് പാസ്പോർട്ടിന് വിഷയങ്ങൾ അതിൻ്റെ രീതിയിൽ ചെയ്താലേ അത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. മാത്രമല്ല ഇവിടുന്ന് പാസ്പോർട്ട് കയ്യിൽ വെച്ചിട്ടും കാര്യമില്ല. പുറത്ത് പോകണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ പാലിച്ചാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുള്ളൂ. എങ്കിൽ സർവശക്തനായ ദൈവത്തിന് രാജ്യം, പൗലോസ് പറയുന്നു, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, മാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം, ഇരുട്ടിൻ്റെ അതേ രാജ്യത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചു. കൊളോസ്യർ 1:13. അപ്പോൾ ഇരുട്ടിൻ്റെ രാജ്യത്ത് നമ്മൾ ഒരു രാജ്യം വിട്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പോരാട്ടമുണ്ട്. ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം. പാസ്റ്റർ പറഞ്ഞത് മുസ്ലിങ്ങൾ സ്തോത്രം ഏത് രാജ്യത്ത് എവിടെ പോയാലും ഏത് സമയത്തും അവരുടെ നിയമങ്ങൾക്ക് മാറ്റം ഇല്ല. ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, എങ്കിലും അതിനുവേണ്ടി വീരോടെ നിൽക്കുന്ന, എരിവോടെ നിൽക്കുന്ന മുസ്ലിങ്ങളും ഇന്നുണ്ട്. ഹിന്ദുക്കളും അതുപോലെ തന്നെ സ്തോത്രം. അവരുടെ പണ്ഡിതന്മാർക്ക് ഒരു അയവും ഇല്ല. നഗ്നനായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല, പക്ഷേ ഉള്ള കാര്യം ഹിമാലയത്തിൽ തണുപ്പിൽ പോയി മാസങ്ങളോളം താടി മൂടിയെല്ലാം വളർത്തി ഭക്ഷണം ഇല്ലാതെ നഗ്നരായി അവർ നമുക്ക് എതിരായി അവർ ഉപവസിക്കുന്നു. നമ്മുടെ വിചാരം നമ്മൾ മാത്രമേ ഉപവാസമുള്ളൂ, നമ്മുടെ ഉപവാസം എടുക്കുന്നുമില്ല. പക്ഷെ അവർ സ്തോത്രം അവർ ഉപവാസം എടുക്കുന്ന ഹിമാലയ അറിയാലോ, ഒരു മല കയറുമ്പോൾ പകുതി എത്തുമ്പോൾ തണുപ്പാണ്. ഹിമാലയം മുഴുവനും ഐസ് നിറഞ്ഞ ഇടമാണ്. അവിടെ കയറി അവരെ ദേവന്മാരെ പ്രസാദിപ്പിക്കുവാൻ ഒന്ന്. രണ്ടാമത്തെ വിഷയം, നമുക്ക് എതിരായി ദൈവമക്കളെ, ദൈവദാസന്മാരെ, സഭകളെ തകർക്കുവാൻ അവർ ചെയ്യുന്ന കാര്യം എന്ന സ്വന്തം ജീവനെ സമർപ്പിക്കുകയാണ്. അവർക്ക് വിവാഹം വിഷയമില്ല, മക്കൾ വിഷയമില്ല, ഭക്ഷണം പോലും വിഷയമില്ലാതെ അവർ ദിവസങ്ങളോളം അവിടെ ഇരുന്ന് അവർ ജപവും കാര്യങ്ങൾ നടത്തുക. സ്തോത്രം. അപ്പോൾ അതിനെതിരായി നമ്മൾ മാസത്തിൽ ഒരു ദിവസത്തെ ഉപവാസം മതിയോ? സ്തോത്രം. ഞാൻ ചോദിച്ചെന്നുള്ളൂ, ഉത്തരം പറയണ്ട. പക്ഷെ എന്നാൽ മറുവശം, ഒറ്റ ദിവസം സഭയായി ഒരുമിച്ച് ഐക്യമായി നിന്ന് പ്രാർത്ഥിച്ചാൽ ഒറ്റ ദിവസം ഉപവാസം മതി ചില കാര്യം കർത്താവ് വിടുവിപ്പാൻ. സ്തോത്രം. പക്ഷെ നമ്മൾ ഇരുത്തൂല. അത് ഇന്നലെ അവിടെ പോയി IPC സഭയിലും പറഞ്ഞത്, നമ്മളെ ഇരുത്തൂല. ഈ ഐക്യത വീട്ടിലായിക്കോട്ടെ, രണ്ടുപേരായിക്കോട്ടെ, അത് ഐക്യത കെടുത്താൻ വേണ്ടി പിശാചിൻ്റെ ശ്രമം. അതുകൊണ്ട് ഈ ദിവസം ദൈവമക്കൾ ഹല്ലേലൂയ പുതിയ മാസം നാം കാൽച്ചോട് വെക്കുമ്പോൾ ഹല്ലേലൂയ നാളെ 30 തീർന്നു, അടുത്ത ദിവസം 1-ാം തീയതി, അത് 2 ദിവസം കഴിഞ്ഞാൽ 1-ാം തീയതി 10-ാം മാസം കിടക്കുക. 10-ാം മാസം ഹല്ലേലൂയ കർത്താവ് അങ്ങേക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ഒരു അതേ ഭവനം, സ്വർഗീയ ഭവനം, ഒരു രാജ്യം അങ്ങ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നതായ സ്തോത്രം. അവിടെ അങ്ങ് ഞങ്ങളെ കൊണ്ടെത്തിക്കും. പക്ഷെ അതിനുവേണ്ടി ഞങ്ങൾക്ക് തന്ന ഈ അതേ പ്രമാണം എല്ലാം ഒന്നും ഇല്ലെങ്കിലും പലതും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയത് ചെയ്യുവാൻ, അത് തീർപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനുപരിയായി ഞങ്ങൾക്ക് അങ്ങ് തന്ന വാഗ്ദത്തം പരിശുദ്ധാത്മാവ് അത് എന്താകുന്നു, എന്ത് ശക്തിയാകുന്നു. അന്യഭാഷയിൽ പറയുന്ന നമുക്ക് ഭാഷയുള്ള ഭാഷ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ, ഞാൻ ഇന്നലെ അവിടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ ഒരു വാക്യം വായിക്കാൻ പറയുമ്പോൾ 5-6 പിള്ളേരുണ്ടായിരുന്നു. വാക്യം വായിക്കാൻ പറയുമ്പോൾ ആണുങ്ങളെല്ലാം ഇരുന്ന് തല തുറന്നുകൊണ്ടിരിക്കുക. 2 തീമോഥെയോസ് 1:7 എടുക്കാൻ പറഞ്ഞിട്ട് 5-10 സമയം പോന്നു, എടുക്കാൻ പറ്റുന്നില്ല അവർക്ക്. സൺഡേ സ്കൂളൊക്കെ പഠിച്ചാൽ, പക്ഷേ കാരണം സ്ത്രീകളാണല്ലോ എപ്പോഴും വായിക്കുന്നത് എല്ലായിടത്തും. സഹോദരിമാർ വായിക്കുന്നതുകൊണ്ട് ഇവർക്കെല്ലാം മടിയാ സ്തോത്രം. സഹോദരന്മാർക്ക് ആ ഭാഗമേ മടിയാ, ബൈബിള് തുറക്കുക പോലും ഇല്ല. സ്തോത്രം. അപ്പോൾ വലിയ കർത്താവോടെ പറയുന്നില്ല, അത് പേടിക്കാതെ സ്തോത്രം അവൻ്റെ അടുക്കൽ പോകുവാൻ. ആ തന്ന ഭാഷ എന്താ ഭാഷ? ഒന്ന് നമ്മുടെ ഭാഷ തന്നെയാണ്, മനുഷ്യൻ്റെ ഭാഷ, മനുഷ്യൻ സംസാരിക്കുന്ന ഒഡിയ നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഒഡിയ ഭാഷയും നമ്മൾ അന്യഭാഷ പറയും, അത് അന്യഭാഷയാണ്. ബൈബിൾ പറയും, പൗലോസ് പറയും, നിങ്ങൾ മനുഷ്യൻ്റെ ഭാഷയിലും പറയും, അതേ ദൂതന്മാരുടെ ഭാഷയുണ്ട്, അതാണ് ആർക്കും അറിയാത്തത്. ഒഡിയക്കാരനെ വിളിച്ചാൽ നമ്മൾ അവന് മുമ്പിലിരുന്ന് അന്യഭാഷ പറഞ്ഞാൽ അവന് മനസ്സിലാവും. പക്ഷേ ദൂതന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, എന്നാൽ സ്വർഗത്തിലെ ഭാഷ, അത്രയും ഒരു സൗഭാഗ്യം നമുക്ക് തന്നു. ദൈവത്തിന് ആത്മാവിനെ തന്നു, ദൈവത്തിൻ്റെ ഭാഷയെ സംസാരിക്കാനുള്ള അതേ കൃപ നമുക്ക് തന്നു. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നിസ്സാരമായ ഒരു ചെലവും ഇല്ല, നമ്മളെ സമർപ്പിക്കാൻ മാത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് ഈ ദിവസം നമ്മളെ സഹായിക്കും, ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. അതെ ഞാൻ നിങ്ങൾക്ക് തന്ന കനാൻ ദേശം, ഞാൻ നിങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ദൈവം
ആയിരിക്കണം. സ്തോത്രം. അതിനുവേണ്ടിയല്ല ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾ ഈ കഷ്ടത പാപം നിറഞ്ഞ ലോകത്ത് നിന്ന് ഞാൻ നിങ്ങളെ വിടുവിച്ചു. എന്നിട്ട് തന്നെ സ്വർഗത്തിൽ ഇപ്പോഴാക്കിയില്ല. ഇപ്പോഴും അതേ കുമ്മനാട് തന്നെയാണ്, ഇപ്പോഴും കോളേജ് തന്നെയാണ്, ഇപ്പോഴും അതേ തെക്കേമല തന്നെയാണ് ഞങ്ങളും. പക്ഷെ എന്താ, ആത്മാവിൽ അതേ നാം വേറൊരു രാജ്യത്തിലാണ്. സ്തോത്രം. ആ ഹല്ലേലൂയ വാഴ്ച ഏത് സമയം ഉണ്ടാകണമെങ്കിൽ ആത്മാവിൻ്റെ നിയോഗം എപ്പോഴും ഉണ്ടാകണം. ആത്മാവ് നമ്മൾ എപ്പോഴും ഭരിക്കണം. സ്തോത്രം. പാസ്റ്റർമാരൊന്നും തന്നെ അതേ വായുന്ന ഹല്ലേലൂയ എപ്പോഴും സ്തോത്രം മാത്രം വരില്ല. തെറ്റായ ചിലപ്പോൾ വാക്ക് വരും, ചിന്തകൾ വരും, പ്രശ്നങ്ങൾ വരും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വരുന്ന ഇന്ന് പകൽ വന്ന ഓട്ടോക്കാരൻ പറഞ്ഞ് കഴിഞ്ഞ ഞായറാഴ്ച പുള്ളി സഭായം കഴിഞ്ഞ ഒരു പാസ്റ്റർ വരുന്ന ആ പുല്ലാട് വെച്ചൊരു പാസ്റ്റർ വന്ന് വണ്ടി മുട്ടി. 5000 രൂപ ചിലവ് വണ്ടി ഇടിച്ചതിൻ്റെ. പാസ്റ്റർ 3500 രൂപ കൊടുത്തോളൂ. അതിനുശേഷം പണി വന്നപ്പോൾ 5000 രൂപ ആയത്. അപ്പോൾ ഓട്ടോക്കാരന് ആ പാവം നമ്മളെ അറിയുന്ന ആളായതുകൊണ്ടും പറഞ്ഞപ്പോൾ എന്നോട് പറയുകയാണ്, പാസ്റ്ററെ സ്തോത്രം, അദ്ദേഹം ഒരു പാസ്റ്ററാണെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കണ്ടപ്പോൾ മനസ്സിലായി, വേഷം കൊണ്ട് മനസ്സിലായി. അതുകൊണ്ട് ഒരു അരുതാത്ത വാക്കുകൾ ഞാൻ മിണ്ടിയില്ല. പറയായിരുന്നു, പക്ഷെ തെറ്റ് അവരുടെയായിരുന്നു. പക്ഷേ ഞാനൊരു പാസ്റ്ററാണെന്ന് മാന്യത കൊടുത്തുന്നു. അതിൻ്റെ അനുഗ്രഹം പള്ളിക്കാരനാണെങ്കിൽ ആദ്യം പുള്ളിക്ക് കിട്ടും. സ്തോത്രം. അപ്പോൾ അങ്ങനെ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത് എത്രയും നമ്മൾ സൂക്ഷിച്ചാലും നമ്മളെ ഇങ്ങോട്ട് ഇടിച്ചു വരുന്ന അനുഭവങ്ങൾ. സ്തോത്രം. പതിരി പോകും, ആ പാസ്റ്റർ എന്തോ കണ്ടിട്ടോ ഓടിച്ചെന്ന് നമുക്കും അറിയില്ല, വലിയ ടെൻഷനിലായിരുന്നു എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ അത് ദൈവമക്കൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അത് നമുക്കെതിരായ പ്രശ്നങ്ങൾ കൂടി വരുന്ന കാലഘട്ടത്തിൽ കർത്താവ് ഹല്ലേലൂയ ഓർപ്പിക്കുന്ന അവനെ പ്രമാണം അനുസരിക്കുമ്പോൾ നമുക്കൊരു സ്വസ്ഥയും സമാധാനം ഉണ്ടാവും. കർത്താവ് നമ്മൾ ഈ വചനം കൊണ്ട് അനുഗ്രഹിക്കുന്ന സഹായം ചെയ്യട്ടെ. സമയം നൽകിയ ദേവദാസനെന്ന് ഉള്ള നന്ദി അറിയിക്കുന്ന കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. കേട്ടതുപോലെ ധനാന്തരത്തിന് അവകാശമായി തരുവാനും ദൈവം നമുക്ക്